ഫസ്റ്റ് ടൈം ഞാൻ രജിൻ്റെ കൂടെ ആർമി ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടുണ്ടായ ഒരു വിഷമം എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൊന്നും ഒരു മലയാളി ഫാമിലി ഉണ്ടായിട്ടില്ലല്ലോ എന്നതാണ്. ആ വിഷമം ഞാൻ ഇടയ്ക്ക് രജിയോട് പറയാറുണ്ടെങ്കിലും അങ്ങനെ മലയാളി ഉണ്ടായി ഹിന്ദി ഒട്ടും പഠിക്കൂല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. ആ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ലാംഗ്വേജും പഠിക്കലുണ്ടാവില്ല, അവരോട് മാത്രമേ സംസാരിക്കാൻ പോകും. അതുകൊണ്ട് ഇപ്പം എന്താ ആ 2 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൊഞ്ചം പേസിക്കൊണ്ടുവന്ന തമിഴും ഹിന്ദിയൊക്കെ ഞാൻ അത്യാവശ്യം ഫ്ലുവൻ്റ് ആയി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ വെൽഫെയറും വേറെ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ മലയാളിനെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഈ മലയാളികളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്നേ. അവരെ ഡ്രസ്സിങ്സും ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെന്റ് തന്നെയായിരിക്കും. നിങ്ങളാണെങ്കിൽ പിന്നെ തീരെ പറയും വേണ്ട, ഗോൾഡിന്റെ ഒരു കൈ ചെയിനും പാദസരും മസ്റ്റ് ആയിരിക്കും. ഇപ്രാവശ്യത്തെ വരവിൽ എനിക്ക് മലയാളി ഫാമിലിനെ കണ്ടുപിടിക്കാൻ വലിയ ക്ഷാമൊന്നും ഉണ്ടായിട്ടാ. പണ്ട് നമ്മൾ മലയാളി ഫാമിലി എല്ലാം കൂടി ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. ഇപ്പൊ രണ്ടുപേരുടെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു ഒത്തുകൂടൽ. ഇങ്ങനെ നമ്മളെ കെട്ടിയോമാരെ ഏറ്റെടുത്തോണ്ട് സോറിയും പറഞ്ഞിരിക്കലേ നമുക്ക് പണിയുണ്ടായിട്ടു. ഇതുപോലെ സൊറ പറയാനും ഫുഡ് അടിക്കാനൊക്കെ ഒത്തുകൂടുന്നത് ഒരു വൈബ് തന്നെയാണ് കേട്ടാ.